പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നൊരു വിപത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ്. നാട് മുഴുവൻ ലഹരി എന്ന വിപത്ത് നമ്മെ വല്ലാണ്ട് ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അസുരമായ കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ, യുവാക്കൾ, യുവതികൾ ഈ ചതിക്കുഴിയിൽ ഇന്ന് അകപ്പെട്ടിരിക്കുന്നു. ഈ ചതിക്കുഴിയിൽ നിന്ന് അവരെ കരകയറ്റുവാൻ നാം ഒരുമിച്ച് പ്രവർത്തിച്ചേ മതിയാവും. പുതിയ തരം വകഭേദങ്ങൾ ഈ ലഹരികളിൽ ഇന്ന് വന്നുയർന്നിട്ടുണ്ട്. ലഹരി ഇന്ന് തലമുറകളിലേക്ക് പടർന്ന് പന്തലിച്ചിരിക്കുന്നു. ഞാനൊരു ചോദ്യം നിങ്ങളുടെ മുൻപിൽ വെക്കുകയാണ്. ഈ പുതിയ തരം ലഹരികളെ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? നമ്മുടെ കുട്ടികളിൽ കാണുന്ന സംശയകരമായ പെരുമാറ്റങ്ങൾ മാതാപിതാക്കൾക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കും. ബന്ധങ്ങളുടെ ഇഴയെടുപ്പത്തിലൂടെ മാത്രമേ ഇതിനെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഒത്തിരി പ്രത്യേകതകൾ ഇവർക്കുണ്ട്. പ്രധാനമായിട്ടും ഇവർ ഒറ്റയ്ക്കിരിക്കുവാൻ ഏകാന്തത ഏറെ ഇഷ്ടപ്പെടുന്നവരാണ്. മുറിയിൽ കതകടച്ച് ഒറ്റയ്ക്കിരിക്കുക, ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുക, ഇതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കണം. സംസാരം വളരെ കുറവായിരിക്കും. സംസാര വിരസത ഇവരിൽ പ്രകടമാണ്. അവരോട് ഹൃദയം തുറന്ന് സംസാരിക്കുവാനും സ്നേഹത്തോടെ ഇടപെടുവാൻ മുൻവിധികളില്ലാതെ ഇവരെ ചേർത്ത് നിർത്തുവാൻ സാധിച്ചാൽ, പ്രിയമുള്ളവരെ, തീർച്ചയായും നമ്മുടെ തലമുറയെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനാകും. ഇതിനെതിരെയുള്ള പോരാട്ടം നമ്മുടെ ഭവനങ്ങളിൽ തുടങ്ങാം. സേ നോ ടു ഡ്രഗ്സ്. ഈ വിപത്തിനെതിരെ പോരാടുവാൻ ഞാനും നിങ്ങളോടൊപ്പം പങ്കുചേരുന്നു. നിങ്ങളുടെ മനോജച്ചൻ. ഞാനും നിങ്ങളോടൊപ്പം.